അതുപോലൊരവസ്ഥയാണ് ടി വി എസിൻ്റെ. നല്ല പെണ്ണാണ്, പക്ഷേ വീട്ടുകാർ കൊള്ളത്തില്ല. അതാണ് ടി വി എസ്. 7 8 പേര് തന്നെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എടുക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളും ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒന്നുമില്ല, മറ്റേ ഇനി മുന്നേ ഇട്ട വീഡിയോൻ്റെ ബാക്കി എന്താണെന്നുള്ളതും സർവീസ് ചെയ്തപ്പോൾ സംഭവിച്ചത്, അതായത് വാട്ടർ സർവീസ് റീവാഷ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ വണ്ടി ഞാൻ വാഷ് ചെയ്യാൻ കൊണ്ട് കൊടുത്തു. ആദ്യം ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ട് ഇത് ഫോം ചെയ്യുമല്ലോ, ഇത് ഫോം ചെയ്ത് ഫില്ല് ചെയ്ത് ഫോമൊക്കെ ചെയ്ത് ഫോം വർക്കൗട്ട് മൊത്തം വീണു, വണ്ടിയിൽ ഫുള്ള് വീണ് പതഞ്ഞ് നല്ലതുപോലെ നിന്നു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പം ഇതൊരുമാതിരി മെൽറ്റായി പോകുന്ന പോലെ പെട്ടെന്ന് അതങ്ങ് ഇല്ലാതായിപ്പോയി, ഫോം ഇല്ലാതായിപ്പോയി. അപ്പോൾ ബംഗാളിയാണ് കേട്ടോ വാഷ് ചെയ്തത്. അപ്പോൾ ബംഗാളി അങ്ങനെ പറഞ്ഞിട്ട് അവൻ ജസ്റ്റ് കൈ കൊണ്ട് തുടച്ച് നോക്കിയിട്ട് അവൻ ചോദിച്ചായിരുന്നു, ഇസ്ക ഊപ്പർ ഓയിൽ അയക്കാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓയിലുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ഫോം ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ക്ലോത്ത് ഇട്ട് അന്ന് തേച്ച് വാഷ് ചെയ്തപ്പോൾ അത് ഒരു അഴുക്ക് പോയി. അത് എന്നിട്ട് വെള്ളം അടിച്ചതിന് ശേഷം ഒന്നും കൂടെ ഫോം ഇട്ടപ്പോഴാണ് ഏകദേശം ഒത്തിരിയെങ്കിലും അത് പതഞ്ഞ് കുറച്ച് നേരം നിന്നത്. അതിന് ശേഷമാണ് ഇത് വാഷ് ചെയ്തത്. 3ാമത്തെ പ്രാവശ്യം തേച്ച് വാഷ് ചെയ്തപ്പോഴും അത്യാവശ്യം കുറച്ച് പോയി. എന്നാലും ഇത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും കണ്ടീഷനെന്ന്. ഈ ചേമ്പലയിലൊക്കെ നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഒരുമാതിരി കുമ്പളാണൊക്കെ ഇരിക്കില്ലേ. ആ 3ാമത്തെ ഫോം ഇട്ടതിന് ശേഷവും അതിനുശേഷം വെള്ളം ഒഴിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഓണർ വന്നപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് നൈസായിട്ട് ചോദിച്ചായിരുന്നു, ചേട്ടാ ഈ 2 വീലറൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തൊക്കെ കൊണ്ടുവരുമ്പോൾ, അതായത് സർവീസ് സെൻറ്ററിൽ നിന്ന് വാഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക സർവീസുകാരും ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ പുത്തൻ വണ്ടിയിൽ ഇമാർ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. കാരണം ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടിയിൽ ഇമാർ ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര മോശമായിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കളറ് പെട്ടെന്ന് ഫെയ്ഡായി പോകും. ഈ ഡീസൽ വാരി തേച്ച് ഞാനത് പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഈ അറിഞ്ഞാത്ത ആൾക്കാരൊക്കെ ഇതിങ്ങനെ വച്ച് ഓടിച്ച് വെയിലത്തെ കൊണ്ട് വച്ചിരുന്ന് ഈ കെമിക്കലല്ലേ, അത് പെട്ടെന്ന് അത് ചീത്തയായി പോകും. പെയിൻറ്റ് എന്തോ കാണിക്കുന്നെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. ഇത് ഒരു ക്രൂരതയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ അറിയാത്ത ആൾക്കാരൊക്കെ ഭയങ്കര വണ്ടി നോക്കാൻ നല്ല തിളക്കമായിട്ടിരിക്കും. അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഡീസലും ഈ കരിയോയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഗണ്ണുണ്ടല്ലോ, ഗണ്ണിലൊരു ഒറ്റ അടി ഇങ്ങനെ മൊത്തത്തിൽ അടി. ഈ വാട്ടർ വാഷ് പോലും ഒരു നല്ലോണം ചെയ്യത്തില്ല. കാരണം എൻ്റെ വണ്ടി കിട്ടിയപ്പോൾ ടയറൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുത്ത കണക്ക് തന്നെ, ടയറൊന്നും കഴുകിയിട്ടില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ കോരി അടിച്ചിട്ട് ഈ പറഞ്ഞൊക്കെ കുറച്ച് ശകലം എടുത്തിട്ട് ഒരു 100 രൂപ പെട്രോളൊക്കെ ഡീസലൊക്കെ മേടിച്ച് വെച്ചിരുന്നത് അതായിരിക്കും ചിലപ്പോൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കുന്നത്. ഭയങ്കര ദാരിദ്ര്യം തന്നെ. അവരെ വണ്ടിക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്ന വില കൂടുതലുള്ളൂ. അവരിങ്ങോട്ട് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച സർവീസിങ്ങാണ്. അതിൽ നിന്ന് എങ്ങനെ ഊറ്റാന്നും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ഷോറൂമുകളൊക്കെ, എനിക്ക് യമഹയെന്നൊക്കെ നല്ല രീതിക്ക് ഇതൊക്കെ തന്നെ കേട്ടോ, വാക്സൊക്കെ ചെയ്ത് തന്നെയാണ് അവർ വണ്ടി വന്നിട്ടുള്ളത്. പണ്ടായിരുന്നു റേ എടുത്ത സമയത്ത് 2012 സമയത്തൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ 1 2 3 സർവീസൊക്കെ അവർ ഇത് വാക്സ് ചെയ്തൊക്കെയാണ് തന്നിട്ടുള്ളത്. അതൊക്കെ നല്ലതായിരുന്നു. കാലങ്ങൾ ഇത്രയും പുരോഗമിച്ചിട്ടും ഇത്രയും ടെക്നോളജി എന്നും പറഞ്ഞൊരു വണ്ടി ഇറക്കിയിട്ട് ആ വണ്ടിയിൽ ഇമാരി ഈ മണ്ടത്തര വേലത്തരങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. പിന്നെ കുറേ പേര് പറഞ്ഞു ഇത് മെയിൽ അയക്കാൻ പറഞ്ഞു. മെയിൽ അയച്ചിട്ട് ടി വി എസിന് മെയിൽ അയച്ചാൽ മതി, അവർ റിപ്ലൈ തരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് എടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിക്കുന്നു, ഞാനിതിന് മെയിൽ അയക്കണം? ഇപ്പം ഇങ്ങനൊരു പ്രശ്നം ഒരാൾ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് സർവീസിൽ നിന്നൊക്കെ അനുഭവപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് അവർ കണ്ടിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യട്ടെ, അപ്പോഴും നമുക്കത് ആക്കാം. അല്ലാതെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ കംപ്ലയിൻ്റ് ചിലപ്പം മാറ്റി തരുമായിരിക്കും. ബാക്കി എടുത്ത ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാനോ പ്രതികരിക്കാനോ ഇല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾ കാര്യങ്ങൾ ഒരുപാട് പേരാണ്. അവരൊക്കെ അവർ അറിയട്ടെ, അത് സമൂഹം അറിയട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഇട്ട ഫസ്റ്റ് സർവീസിൻ്റെ വീഡിയോയുടെ താഴെ 7 8 പേര് തന്നെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എടുക്കുന്നില്ല എന്ന്. 7 8 പേര്. ഈ കണ്ടിട്ടുള്ള എത്രയോ പേര് ഇതെടുക്കേണ്ടെന്ന് വെച്ചാണ്. അപ്പോൾ എത്ര ലക്ഷം രൂപ നഷ്ടം അവർക്ക് വന്നത് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അവർ കാണിക്കുന്നത് മോശമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവർ മുന്നേ
ഒരുപാട് പേര് മോശം പറയുന്നുണ്ട് ഇവരുടെ സർവീസിനെ പറ്റി. അപ്പം ഇനി അങ്ങോട്ട് എന്തായാലും അത് മുന്നിൽ കണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ, എല്ലാ വീഡിയോയും കാണണമെന്ന് പറയുന്നില്ല, സർവീസിനെ പറ്റിയുള്ള വീഡിയോ, എൻ്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ തിരിച്ച് തുറക്കുന്നു, ഓപ്പണായി തുറന്നു, നമ്മളിത് അടയ്ക്കുകയാണ്. നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ പിടിച്ചടച്ചാൽ പോലും ഇത് അടയത്തില്ല. അവിടെ ബെൻഡായി ഇങ്ങനെ അങ്ങ് നിൽക്കും, അടയത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഈ തട്ടാതാണ്ട് ഇത് കറക്റ്റ് അവിടെ പിടിക്കാതെ എവിടെയെങ്കിലും കയറി ലോക്കായിരിക്കും. നമ്മൾ നല്ല വെയിറ്റുള്ള ആൾ കയറിയിരിക്കുമ്പോൾ ഇതൊക്കെ ബെൻഡാവും, പിന്നെ ഒട്ടും അടയാതാവും. എങ്ങനെ നമ്മൾ കറക്റ്റ് പിടിച്ച് വച്ചാൽ മാത്രമേ ഇത് അടയത്തുള്ളൂ. ആ ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഇതാണ്ട് ഇതിനകത്ത് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യാൻ നേരത്ത് നല്ല രീതിക്ക് ഇതിനകത്ത് വെള്ളം ഇറങ്ങും. ഇതിനകത്ത് ആ 2 ഹോൾ ഉള്ളതുകൊണ്ട് മാത്രം അതുവഴി ഇറങ്ങിപ്പോകും. നിങ്ങൾ നല്ല ഫയലോ കാര്യങ്ങളോ എന്തെങ്കിലും പേപ്പറോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സർവീസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ വീട്ടിൽ ഒരു തൊട്ടി വെള്ളം കോരി ഒഴിക്കണമെങ്കിൽ പോലും അത് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യാവും. നല്ല രീതിക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇതുവഴി നല്ല രീതിക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ ഹോളുള്ളതുകൊണ്ട് മാത്രമാണ് തറയുമ്പോൾ. അല്ലെങ്കിൽ ഇത് ഏകദേശം ഒരു 5 തൊട്ടി വെള്ളത്തിൽ കഴിവാണെന്നുണ്ടെങ്കിൽ ഒരു തൊട്ടി ഇതിനകത്ത് കെട്ടിക്കിടക്കും. അമ്മാതിരി വെള്ളം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഫയലോ മൊബൈലോ ഇലക്ട്രോണിക്സ് ഐറ്റംസോ ഒന്നും ഇതിനകത്ത് വെച്ചിട്ട് വണ്ടി കഴുകരുത്. അടയുന്നില്ല. ഇപ്പോൾ അടഞ്ഞു. നമ്മൾ കറക്റ്റ് പിടിച്ച് വെച്ച് ആ സ്പോട്ടുണ്ടല്ലോ, ലോക്കിൽ നമ്മൾ മൊബൈലിൻ്റെ ചാർജറെ കുത്തുന്ന പോലെ കറക്റ്റ് പിടിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വീഴും. പിന്നെ വേണ്ട ഈ ആട്ടം. സാധാരണ വണ്ടി എടുത്തിട്ട് 7 വർഷമാകുമ്പോൾ വരുന്ന സംഭവം ഇത് നേരത്തെ തന്നെ വന്നിട്ടുണ്ട്, എടുത്തപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും വണ്ടിയെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഓടിക്കാനൊക്കെ നല്ല വണ്ടി തന്നെ. ഈ സർവീസറെ ഞാൻ റെഡി ക്യാഷിനാണ് 1,14,000 രൂപ റെഡി ക്യാഷിനാണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ നമ്മൾ ആ പൈസ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞു, 2 വർഷത്തോളം കഷ്ടപ്പെട്ട് ഒരു വണ്ടി എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കഷ്ടപ്പെട്ട് എടുത്ത ഒരു വണ്ടി ഞാനൊരു ഫസ്റ്റ് സർവീസിന് കൊടുത്തപ്പോൾ 664 രൂപ പോട്ടെ, 700 ml കപ്പാസിറ്റി ഉള്ളിൽ 900 ml ബില്ലൊക്കെ അടിച്ചു. അതൊക്കെ പോട്ടെ, അതെല്ലാം ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ എനിക്ക് ഈ ഓയിലും ഡീസലും കൂടെ മിക്സ് ചെയ്ത് വണ്ടിക്കകത്ത് അടിച്ചു തന്നല്ലോ, അതെനിക്ക് ഒട്ടും എനിക്ക് ഭയങ്കര ഒരു ആരും ചെയ്യൂലേ. അങ്ങനെയൊക്കെ ആരും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ മനസാക്ഷിയുള്ളവരും ചെയ്യില്ല. ഈ പുത്തൻ വണ്ടിയിലൊക്കെ ആരെങ്കിലും, പഴകിയ വണ്ടിയാണെങ്കിൽ ശരി തന്നെ, ഇത് പുത്തൻ വണ്ടിയിൽ എന്തോന്നടേ കാണിക്കുന്നു, ഒരു മര്യാദ വേണ്ടേ. TVSൻ്റെ കാര്യമാണെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാളെ കല്യാണം കഴിക്കുന്നു, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ചു. പെണ്ണ് നല്ല പെൺകുട്ടിയാണ്, കാണാനും നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്, സ്വഭാവം നല്ല സ്വഭാവമാണ്, നല്ല എന്തും കൊണ്ടും പെർഫെക്റ്റായൊരു ഒരു പെൺകുട്ടിയാണ് നമ്മൾ കല്യാണം കഴിച്ചത്. പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാർ മഹാ കച്ചറ, ഒരു വായിക്കൊള്ളില്ല, ചുമ്മാ ടോർച്ചറിങ് കുടുംബത്തിലൊക്കെ വിളിച്ച് നമ്മൾ നോർമലി കാണുന്നില്ലേ, അതുപോലൊരവസ്ഥയാണ് TVSൻ്റെ. നല്ല പെണ്ണാണ്, പക്ഷേ വീട്ടുകാർ കൊള്ളത്തില്ല, അതാണ് TVS. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, വീഡിയോ ഒക്കെ കണ്ട് അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ചാനലിനകത്ത്. അപ്പോൾ അതൊക്കെ കണ്ട് അവരെന്നെ കോൺടാക്റ്റ് ചെയ്യട്ടെ. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് ബോധ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ എല്ലായിടത്തും ഒരു നിർദ്ദേശം കൊടുത്ത് ശരിയാക്കട്ടെ. കാരണം നമ്മൾ കാശ് കൊടുത്താണ് വണ്ടി മേടിക്കുന്നത്. ഇപ്പം CC ഒക്കെ അടയ്ക്കുന്നപ്പോൾ 1,10 1,20 ഒക്കെ വണ്ടിയൊക്കെ CC ഒക്കെ അടച്ച് വരുമ്പോൾ 1,70. നമ്മൾ ഓരോ ദിവസം 1,70,000 80,000 രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര നാൾ ജോലി ചെയ്യണ കാശാണ്. നമുക്ക് അതിനുള്ള, പിന്നെ ഇത് യൂസ് ചെയ്യണ സമയത്ത് അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നോക്കിയാണ് ഒരു വണ്ടി നമ്മൾ കൊണ്ടിടക്കുന്നത് എടുക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് തരുന്ന ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന സർവീസ് മാന്യമായിട്ട് ചെയ്യുക. TVS ചുമ്മാതെ അല്ല, അവർ ഇത്രയും ടെക്നോളജിയിലൊക്കെ ഒരു വണ്ടി ഇറക്കി അവർ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും. പക്ഷേ ആ വണ്ടികളൊക്കെ ഡീലർമാരൊക്കെ എടുത്ത് കൊടുക്കാൻ നേരത്തെ ആ ഡീലർമാർ കാണിച്ചു വയ്ക്കുന്ന വേലത്തരങ്ങൾ അവരൊക്കെ അല്പ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരൊക്കെ ഒരു വിനയായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും തിരിച്ചറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ആക്ഷേപിക്കുന്നതൊന്നുമില്ല കേട്ടോ TVSൻ്റെ സർവീസിനെയോ വണ്ടിയെ ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ മോശം പറഞ്ഞിട്ടില്ല. വണ്ടിയെ ഞാൻ ഇപ്പോഴും ഞാനൊരു 90% ഞാൻ നല്ലത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വണ്ടിയെക്കുറിച്ചുള്ളത്. സർവീസിൻ്റെ കാര്യം മാത്രമേ മോശം പറഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞാൽ എല്ലാ TVSൻ്റെ സർവീസുകാരും മോശമെന്നല്ല പറഞ്ഞത്. എനിക്ക് അനുഭവപ്പെട്ടത് വളരെ വളരെ മോശമായ അനുഭവമാണ്. ഞാൻ പറഞ്ഞ കംപ്ലയിൻ്റ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട് വൈബ്രേഷൻ മാറിയിട്ടില്ല. പുള്ളിങ് അവർ പറയണേ പുള്ളിങ് ഇത്രയേ ഉള്ളെന്ന്. അങ്ങനെയല്ല, പുള്ളിങ് എന്ന് പറയുമ്പം വണ്ടിക്ക് വലിക്കാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി ത്രോട്ടിൽ കൊടുക്കാൻ നേരത്ത് വണ്ടി വൈബ്രേഷൻ വരും. നല്ല രീതി കയറ്റം, ഒരാളെയും കൂടെ ബാക്കിലിരുന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നല്ല വൈബ്രേഷൻ, മൊത്തത്തിൽ ഫ്രണ്ട് മൊത്തം നല്ല വൈബ്രേഷൻ ചെയ്യുന്നു. അതായത് എനിക്കൊന്ന് ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കും, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ക്ലച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന്.
ക്ലച്ചുകളായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അല്ല പഞ്ചറായ ടയർ എടുത്താൽ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവുമല്ലേ. ക്ലച്ച് ക്ലീൻ ചെയ്തിടാറുണ്ട്, അതിൻ്റെ ബുഷ് ഇതൊക്കെ ക്ലീൻ ചെയ്യണം. പക്ഷേ ഈ പുതിയ ഈ 500 കിലോമീറ്ററൊക്കെ ഓടിയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്തിനാണ്? എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കി അത് മാറുകയല്ലേ ചെയ്യേണ്ടത്. എന്തല്ലേ. പിന്നെ വേറൊരു കാര്യം, ഒരു പേഴ്സണൽ കാര്യമാണ്. വേറൊരു കാര്യം പറയുന്നത് പറഞ്ഞാൽ, ഇത് ഇപ്പോൾ ഒരുപാട് വട്ടമായിട്ട് ഞാൻ ടി വി എസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നതും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സിമ്പിളായിട്ട് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ആൾക്കാർ ഇത്രയും പേര് കാണുമെന്നുള്ളത്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭയങ്കര കഴിവുകളും ഭയങ്കര എന്തെങ്കിലുമൊക്കെ നല്ലത് വേണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ആദ്യ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഫുള്ള് കറക്കിയൊക്കെ എടുത്തൊക്കെയാണ്. എന്നിട്ട് അതിന് തന്നെ ഏകദേശം 10-20K എങ്ങാണ്ടൊക്കെ വ്യൂവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് വീഡിയോസ്, ട്രാവലിങ്ങിൻ്റെ വീഡിയോസൊക്കെ, അത് കുറച്ച് യാത്ര ചെയ്യണം, കുറച്ച് നല്ല നല്ല സ്ഥലത്തിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കണം, പറയണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് ദൂരെ യാത്രയൊക്കെ പോയേ. ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ പല പല കാര്യങ്ങളും എനിക്കിങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം വണ്ടിയെക്കുറിച്ച് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തമാശ കാര്യങ്ങളൊക്കെ പറയാമല്ലോ. ഞാൻ മാമ്പഴത്തറ പോയ വീഡിയോസ് കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്, നല്ലൊരു കോമഡി ആയിരുന്നു ആ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒക്കെ ഈ വീഡിയോസൊക്കെ ഈ ജൂപ്പിറ്റർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരൊക്കെ ഇത് കാണട്ടെ, കണ്ടിട്ടൊക്കെ ഒരു തീരുമാനം എടുക്കട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കേണ്ടത് ഞാൻ ആരും പറയത്തില്ല. പക്ഷേ നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും ഷോറൂം തിരക്കി ആൾക്കാരടുത്തൊക്കെ ആ ഷോറൂമിൻ്റെ അഭിപ്രായം ചോദിച്ച്, എല്ലാ ഷോറൂമും മോശമായിരിക്കില്ല, കുറേ നല്ല ഷോറൂമുകളാണ്, അവിടെ പോയിട്ടൊക്കെ തിരക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. വണ്ടിയൊക്കെ എടുക്കാൻ കേട്ടോ, വണ്ടിയൊക്കെ നല്ല വണ്ടിയാണ്. അങ്ങനെ നിങ്ങൾക്ക് നല്ല ഷോറൂമാണെന്നുണ്ടെങ്കിൽ പക്ക അടിപൊളി കൊണ്ടിടുക. എനിക്ക് ഷോറൂമിൽ നിന്ന് പറ്റിയ മോശം കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നല്ല ഷോറൂമൊക്കെ അവിടെ നിങ്ങൾ പോയി എടുക്കുകയും ചോദിച്ചിട്ടൊക്കെ എന്തെങ്കിലും ധൈര്യമായിട്ട് എടുക്കുക. സൂപ്പർ വണ്ടിയാണ്, അടിപൊളി, ഓടിക്കാനൊക്കെ ഉള്ള. ഞാൻ വൈബ്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ, അത് ഈ കംപ്ലൈൻറ്റൊക്കെ എല്ലാ വണ്ടിയിലും ഉണ്ട്. നമ്മളൊരു വണ്ടി എടുത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കണമല്ല, ഒരുപാട് പേരൊക്കെ വേണ്ടി ഉണ്ടാക്കണതാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം. എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനും ഞാൻ ഉദ്ദേശിക്കുന്ന പുള്ളിങ്ങിനും എൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ലെങ്ത്തിനും അങ്ങനെയല്ല. ഓരോ വണ്ടി ഓരോരുത്തർക്കും ചിലർക്ക് ചേരും, ചിലർക്ക് ചേരില്ല. അപ്പം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ ഓടിച്ച് നോക്കിയിട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി എടുക്കും. സൂപ്പർ വണ്ടിയാണ്, കൊള്ളാം, അടിപൊളി, മോശമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സർവീസുകാരന്മാരുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും, അതിന് സംശയം വേണ്ട. ഉറപ്പായിട്ടും TVS എന്നെ കോൺടാക്ട് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എനിക്കറിയാം, കാരണം ഇത്രയും പേര് വണ്ടി എൻ്റെ വീഡിയോ കണ്ടിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ അഭിപ്രായം കേട്ടോ. ഇപ്പം ഞാൻ അതിൽ വണ്ടിയെക്കുറിച്ച് അധികം മോശം പറഞ്ഞില്ല, സർവീസിനെ കുറിച്ചാണ് പറഞ്ഞത്. സർവീസ് നിങ്ങളെ ഷോറൂമൊക്കെ അടുത്തുള്ള ഷോറൂം നല്ല സർവീസാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എടുത്തോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഷോറൂമിൻ്റെ ഒക്കെ പറ്റിയാണ് മോശം പറഞ്ഞത്. പിന്നെ വണ്ടിയിലുള്ള ചെറിയ പോരായ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്. എനിക്കിപ്പം ചുമ്മാ ഇതിപ്പം കയറ്റിയിട്ട് ഞാൻ പൈസയൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ചെയ്യുന്നത്. ഞാനൊരു സാധാരണക്കാരൻ, കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ചൊരു വണ്ടി എടുത്ത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, നമ്മളൊക്കെ ഒരു സ്വപ്നമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വണ്ടി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എടുത്തപ്പോൾ ഒരാഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഒക്കെ എടുത്തൊക്കെ ഇട്ടതേ ഉള്ളൂ. പക്ഷേ വീഡിയോ എടുത്തിട്ടപ്പോഴാണ് ഒരുപാട് പേരൊക്കെ ഇതിനെക്കുറിച്ച് കാണാനും ഈ വണ്ടിയൊക്കെ എടുക്കാനും ഒക്കെ ഇരിക്കുന്നതൊക്കെ അറിഞ്ഞു. അപ്പം നമുക്ക് ഉള്ളതുപോലെ തന്നെ പറയണം തോന്നി. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കയാണ്, ജെനുവിനാണ്. വേറെ ചുമ്മാ ഒന്നും കയ്യിൽ നിന്നിട്ടൊന്നും പറയാനും ശ്രമിക്കുന്നില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് എനിക്കൊന്ന്, ഒരു ചെറുക്കനാണ്, ഒരു വീഡിയോ കൊണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് സപ്പോർട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. എനിക്കും പിന്നെ വീഡിയോ ഇടാനുള്ളൊരു മാനസികാവസ്ഥയും തോന്നും, ചെയ്യുകയും ചെയ്യും. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ആരാധന മേടിക്കില്ലേ, എന്തിനാ വെറുതെ ചുമ്മാ എടുത്തിടുന്നതെന്നൊക്കെ. ഒരുപാടൊക്കെ നല്ല രീതിക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഈ എടുക്കുന്ന മൊബൈൽ ഫോൺ, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണാണ് എടുക്കുന്നത്, അല്ലാതെ ഞാൻ ക്യാമറയോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്യാമറയും നല്ല ട്രൈപോഡൊക്കെ മേടിച്ച് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഫസ്റ്റ് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാനുള്ള കാര്യം പറഞ്ഞായിരുന്നു, ഹെൽമെറ്റിൻ്റെ കാര്യം. 2 ഹെൽമെറ്റായിരുന്നു എനിക്ക് കിട്ടിയത്. അത് നിങ്ങൾ ചോദിച്ചു മേടിക്കുക. നിങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അതുപോലെ എമൗണ്ടിൻ്റെ കാര്യം നിങ്ങൾ ബാർഗനിങ് ചെയ്യുക. ഏറ്റവും ലോ പ്രൈസിൽ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക. പല ഷോറൂമാരും പല പ്രൈസാണ് പറയുന്നത്. അത് നിങ്ങൾ തന്നെ പറഞ്ഞ് ബാർഗനിങ് ചെയ്ത് മേടിക്കുക. കാരണം വേറൊന്നുമല്ല, വണ്ടി എടുക്കുമ്പോൾ മാത്രമേ വല്ലതും കിട്ടുള്ളൂ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒന്ന് പിന്നെ ഒന്നും പ്രതീക്ഷിക്കേണ്ട.
മോശം സർവീസ് അല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കട്ടെ. അപ്പം വല്ലതും മേടിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട അവരെ നിന്ന്. അപ്പം അത് നിങ്ങൾ നോക്കിയിട്ട് മേടിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയ വീഡിയോ എന്തായിരുന്നാലും ഞാൻ അടിപൊളിയായിട്ട് നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ ജൂപ്പിറ്ററിൻ്റെ എൻ്റെ കയ്യിൽ എത്ര കാലം ജൂപ്പിറ്റർ ഉണ്ടോ അത്രയും കാലത്തോളം ഞാൻ ജൂപ്പിറ്ററിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ലതും പറയും ചീത്തയും പറയും ഇവിടെ. ഞാൻ ജെന്യുവിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി എടുത്തതിൽ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ സർവീസുകാരന്മാരൊക്കെ ഞാനൊരു ഇതുണ്ടാക്കി കൊടുക്കും, അവരൊക്കെ ഒരു തീരുമാനമായി കൊടുക്കും. എനിക്കെൻ്റെ ആഗ്രഹമാണ്. കാരണം സാധാരണക്കാരൊക്കെ ഒരു നല്ല കാര്യമാണ് ഞാൻ ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ. അല്ലാതെ എനിക്ക് അവരെയൊന്നും വയറ്റത്തടിച്ചിട്ടൊന്നും എനിക്കൊന്നും നേടാനൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വരും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.